ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ട്രംപിന്റെ പാർട്ടിനെക്കാട്ടും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇലോൺ മസ്ക് എന്ന് നമുക്കറിയാം. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് US പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്നാൽ ഇത് വലിയൊരു അബദ്ധം എന്നുള്ള രീതിയിലാണ് മേ ബി ഇലോൺ മസ്ക് ഇപ്പൊ കാണുക എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ഈ ഒരു ഏപ്രിൽ വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്കിന്റെ ആ സ്വത്തിന്റെ ആസ്തി ഉണ്ടല്ലോ, അതിൽ നിന്ന് 11 ലക്ഷം കോടി രൂപയാണ് കുറവുണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഈ ടാരിഫ് പരിപാടിയിൽ എല്ലാ നമ്മളുടെ ലോകം മുഴുവനുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളും നല്ല രീതിയിൽ ബ്ലഡ് ബാത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസും അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇലോൺ മസ്ക് അനുഭവിച്ചിട്ടുണ്ട്. April 2 നമ്മൾ ഈ താരിഫിൻ്റെ പരിപാടി തുടങ്ങിയത്. April 2 മുതൽ April 7 വരെ നോക്കുകയാണെങ്കിൽ ഇലോൺ മസ്കിന് നഷ്ടം എത്ര രൂപയാണെന്ന് വെച്ചാൽ 3 ലക്ഷം കോടി രൂപയാണ് ഈ താരിഫിന്റെ പരിപാടിയിൽ ഇലോൺ മസ്കിന് നഷ്ടമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്ല കാറുകളുണ്ടല്ലോ, ഇലോൺ മസ്കിന്റെ ആ ഒരു കമ്പനിയുടെ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 ടൈമിൽ ജനുവരി ടു മാർച്ച് നോക്കുകയാണെങ്കിൽ 3,87,000 കാറുകളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 മാസം കൊണ്ട് മാത്രം സെയിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ആ ജനുവരി ടു ആ ഒരു ഏപ്രിൽ ടൈം അല്ലെങ്കിൽ ഒരു മാർച്ച് ടൈം വരെ നോക്കുകയാണെങ്കിൽ 50,000 കാറുകളുടെ ആ സെയിലിൽ കുറവുണ്ടായിട്ടുണ്ട്. അതായത് 3,37,000 കാറുകൾ മാത്രമാണ് സെല് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് ഇലോൺ മസ്കിന്റെ മേലുള്ള ആ ഒരു വിശ്വാസം പോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ ഒപ്പം കൂടിയത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BYD കമ്പനി ഉണ്ടല്ലോ, ചൈനീസ് ഇലക്ട്രിക് കാർ മേക്കർ കമ്പനി, അവർ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് മേഖലയിലേക്ക് നല്ല രീതിയിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി ടെസ്ലയുടെയും നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനി BYD ആയിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എക്സ്പേർട്സ് മുന്നോട്ട് വയ്ക്കുന്നത്.